ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒരുമാതിരിയായി ഹീറോയിൻ പൊത്തൊന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഹീറോയിന് മമ്മി ഡാഡിക്ക് ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി ഹീറോയിൻ പെണ്ണിട്ട് കാര്യം ഒരു കാര്യം അറിയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് പെണ്ണിട്ട് കാര്യം അറിയായിരുന്നു. അങ്ങനെയായിട്ട് അതുകൊണ്ട് അപ്പം കൃഷിൻ്റെ വൈഫ് ഇപ്പോൾ പെണ്ണിട്ടാണ് കൃഷിൻ്റെ വൈഫ്. അങ്ങനെ കൃഷി വൈഫ് ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയത് കൃഷിക്കാരന് എന്താണ് നടക്കുന്നതെന്ന് കൃഷി വന്നായിരുന്നു. അങ്ങനെ ഹീറോ പെണ്ണിട്ടാണ് ഹീറോ മയങ്ങിട്ട് വീണത് കൃഷിക്കാരായിരുന്നു. കൃഷി വന്ന കേൾക്കായിരുന്നു എന്താടി സംഭവിച്ചത് നീ ഒന്ന് പെണ്ണിട്ട്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഞാൻ പെണ്ണിട്ടാ അപ്പോൾ അത് എന്ന് പറഞ്ഞ ഹീറോയിൻ വീട് ചേഞ്ച് ആയിരുന്നു. കൃഷി കേൾക്കായിരുന്നു എന്താ സംഭവിച്ചത് പറയായിരുന്നു. കൃഷിനോട് മൊത്തം കാര്യം പറഞ്ഞത് കൃഷി വായിക്കുകയും ചേർന്ന് എന്താ നടന്നത് എന്ന് പറയുന്നു. അറിയില്ല ആരോ തന്നതാണ് ഡ്രിങ്ക്സ് അത് കുടിച്ചത്. ഞാൻ എണീക്കുമ്പോൾ ഓർക്കാൻ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത് മിയക്ക് ഇതല്ല കേട്ടോ. മിയൊക്കെ ഷോക്കായിരുന്നു. എന്താ എന്ന് പറഞ്ഞു. മിയക്ക് ഇപ്പം എല്ലാ ഇന്ത്യൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയും. അതുകൊണ്ട് ഓഹോ ഈ കാര്യം അവർക്ക് പറയണം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് BTS മമ്മി ഡാഡിക്ക് കോൾ ചെയ്തായിരുന്നു. അവിടെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു സംസാരിക്കുമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ അതിലുള്ള നഞ്ചുടെ മമ്മി ഫോൺ എടുത്തായിരുന്നു. ഹലോ എന്താന്ന് പറയാം നടന്നു കയറി പറഞ്ഞു. അവർക്ക് ഷാക്കായിരുന്നു. എന്താണ് പറയുന്നത് എന്ന് പറയായിരുന്നു. അതിനെ കൊണ്ട് അവർക്ക് അറിഞ്ഞായിരുന്നു ന്യൂസ്. അവർ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവരെല്ലാവരും പറയായിരുന്നു. എല്ലാവർക്കും ഷോക്കായിരുന്നു. എന്താ അങ്ങനെ പറയായിരുന്നു. അങ്ങനെ നഞ്ചോട് പറയായിരുന്നു. നഞ്ചുവിനവിടെ ബുക്ക് വായിച്ചിട്ട് ടയർഡായിരുന്നു. നഞ്ചോർക്ക് ജിമ്മക്കെല്ലാം പോയിട്ട് വന്നായിരുന്നു. നഞ്ചോട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു നഞ്ചോട് വന്നായിരുന്നു. നഞ്ചോട് മമ്മി വന്ന് നഞ്ചോട് കാത്തി പിടിച്ച് തിരുമ്പായിരുന്നു. എന്താ മമ്മി ഇങ്ങനെ പറയായിരുന്നു. എല്ലാത്തും കാരണം ഈ എന്താടാ ചെയ്ത് വെച്ചാൽ നീ അവളെന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ സുഖക്കായിരുന്നു. എന്താ മമ്മി എന്ന് പറയുന്നത്. ജിന്നു അതാണ് ഐ ഓൾഡ് വേൾഡ് ഐ എം ജിന്നു മമ്മി വന്ന് കാത് ഇതായിരുന്നു. ജിന്നു എന്താ മമ്മി ചെയ്തത് എന്താടാ നീ ചെയ്ത് വെച്ചാൽ നീ എന്താ ചെയ്യാൻ വെച്ചതെന്ന് പറഞ്ഞാൽ നഞ്ചോനക്ക് മമ്മി പറയുന്നു. എന്താടാ നീ എന്താ ഡാഡിയായോ പോയോ എന്ന് പറഞ്ഞാൽ നഞ്ച ഷാക്ക ഡാഡിയായ ജിന്നോട് പറ്റായിരുന്നു. അപ്പോൾ ഷുഗർ വന്നായിരുന്നു. കുളന്ത എന്ന് പറഞ്ഞു. ഷുഗർ മമ്മി തീർപ്പായിരുന്നു. ഷുഗർ കാത് പിടിച്ച് തിരുമ്പി ബാക്കി വെക്കാം. ഷുഗർ വരട്ടാ തുടങ്ങി മമ്മീനെ. എന്താടാ ഇപ്പം നീ ബേബി മാത്രമേ ഉണ്ടോ നിനക്കും ബേബിയാ എന്ന് ഷുഗറിനെ വരട്ടാൻ തുടങ്ങി. ഷുഗർ കൺഫ്യൂസ് ആയിരുന്നു. എന്താ ബേബിയാ എന്ന് പറഞ്ഞു. ഷുഗർ ഷാക്ക് ജേഹപ്പ് ഡാൻസ് വെച്ചാൽ ജേഹപ്പിൻ്റെ മമ്മിയിട്ട് ജേഹപ്പിന് തിരിച്ചാൽ ജേഹപ്പ് പറയായിരുന്നു. 3 പേരും എന്താ അവിടെ നടക്കുന്നതെന്ന് 3 പേരും മമ്മി 3 പേര് കാത് പിടിച്ച് ജിമ്മിൻ ഓൾറെഡി പ്ലേ ബോയ് നീ എന്ത് പ്ലേ ബോയ് ചെയ്ത് വെച്ചതെന്ന് പറയാം. ജങ്കുക്ക് ഏതാ കുളന്ത പറഞ്ഞു നീ കൊഞ്ചിട്ട് വെച്ചാൽ നീ എന്താടാ ചെയ്തത് ജങ്കുക്ക് പറയായിരുന്നു. വീക്ക് ഐ എം ഗുഡ് ബോയ് എന്താടാ ഗുഡ് ബോയാ നീ ബാഡ് ബോയ് ആടാ എന്നിട്ട് വീട് വെച്ച് കാത്തിരുമായിരുന്നു. അവർ 7 പേർ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഡാഡി വന്ന് വായിക്കുകയും ചെയ്യും എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞ് എന്താണ് നടന്നൊരു BTS മമ്മി അവർക്ക് 1 ബോയ്സ്ക്ക് 7 പേർക്ക് മനസ്സിലായില്ല. അവരുടെ മമ്മി പറഞ്ഞ കാര്യം പറഞ്ഞു. അവർക്ക് ഷോക്കായിരുന്നു. അവർ 6 മണിക്ക് തലക്കറിയിട്ട് അയച്ച് എന്താ ഓളുടെ മമ്മീനോട് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ ആരും ഞങ്ങൾക്ക് മാരേജ് അയച്ചു തരില്ല മമ്മി ആരും പറയുന്നു. ഞങ്ങൾക്ക് എഴുതി തന്നിട്ടാ ഇല്ല ഒരു ബോയ് ഉണ്ടായിരുന്നു. അവനവൾ ടച്ച് ചെയ്ത് തുടങ്ങി. അതിന് അവൾക്ക് ഇത് കൊടുത്തിട്ട് നടന്ന കാര്യം സംശയം പറയുന്നത്. ഇത് കേട്ട് പിന്നെ അവൾ ടച്ച് ചെയ്ത് നമ്മളുള്ള ടച്ച് ചെയ്യണം. അതുകൊണ്ട് വേറെ ആരും ടച്ച് ചെയ്യാൻ കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഓൾഡ് ഭാഷ ടച്ച് ചെയ്ത് പറയപ്പോൾ ഇത് കേട്ട ആരോ മമ്മിക്ക് ഷാക്കായിരുന്നു. എന്താടാ ചെയ്ത് വെച്ചത് ഇപ്പോൾ ബെഡ്നിട്ടെന്ന് പറയുന്നു. 7 പേർക്ക് ഷാക്കായിരുന്നു. എന്താ എന്ന് പറയുന്നത്. ശരി നെക്സ്റ്റ് ഞങ്ങൾ പോവാം ഇന്ത്യക്ക് എന്നാണ്. 7 പേർ പാക്ക് ചെയ്യാൻ ഓടിപ്പോയിരുന്നു. ടിക്കറ്റ് ബുക്ക് ആറും പറയുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്താ ജിൻ എന്നാ പറയാം. ശരിടാ എന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഏട്ടാ മച്ചാൻ 3 മണിക്കിട്ടാ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതായിട്ട് അവർ എല്ലാവരും പാക്ക് ചെയ്ത് 7 BTS മമ്മി ഡയറക്റ്റ് ഷോക്കായിരുന്നു. ഏട്ടാ നിങ്ങൾ പോയി ഞാൻ എന്താ ചെയ്യുക ബാടെ നിങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോവാ എന്ന് പറഞ്ഞ് അവരോടൊന്ന് ഫ്ലൈറ്റ് എടുത്ത് പോയായിരുന്നു. ഫ്ലൈറ്റ് കയറി അവർക്ക് സ്വന്തം ഫ്ലൈറ്റ് ഉണ്ട് അതിലെടുത്ത് അവർ ഓടിപ്പോയായിരുന്നു. ഇതെടുത്ത് ഡാഡി മമ്മി ഹസ്ബൻഡോട് പറയുന്നു 7 പേർ മമ്മി ഡാഡി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും. ശരിടാ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്ത് അവർ നെക്സ്റ്റ് ഫ്ലൈറ്റ് വരാതെ ഹീറോയ്ക്ക് ഒരുമാതിരി എന്താ പെണ്ണിട്ടാന്ന് പറയുന്നു. അങ്ങനെ അവർ നൈറ്റായിരുന്നു എത്തിയത്. അങ്ങനെയിട്ട് ഹീറോയ്ക്ക് എല്ലാം ഉറക്കായിരുന്നു. 7 പേർ കൂടെ വാങ്ങിച്ചിട്ടായിരുന്നു വെള്ളം അടിക്കായിരുന്നു. മമ്മി തുറക്കായിരുന്നു. ഈ പാതിരാത്രി ആരാ എന്ന് പറഞ്ഞ് ഹീറോയും മമ്മി തുറക്കും ഷോക്കായിരുന്നു. 7 പേർ അകത്ത് പോയായിരുന്നു. ഞാനും ഒരു കൂടെ വരുന്നത് എന്നിട്ട് അങ്ങനെയിട്ട് നൈറ്റായിരുന്നു. അങ്ങനെയിട്ട് 7 പേർ വന്ന് ഹീറോയിൻ ഓർഡർ റൂമിലുണ്ട്. അവർ മുകളിലുണ്ട് പറഞ്ഞു. റൂം നമ്പർ ഹീറോയിൻ്റെ റൂം ബന്ധാക്കിയിട്ടില്ല. നല്ല തുറന്ന് വെച്ച് വർക്കായിരുന്നു. ഹീറോയിൻ റൂമിൽ വന്ന് 7 പേർ വരായിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡിക്ക് ഷാക്കായി എന്താടാ പറഞ്ഞിട്ട്. ഹീറോയിൻ മമ്മി ഡാഡിക്കും കാര്യം അറിഞ്ഞായിരുന്നു. അവർക്ക് മമ്മി ഡാഡിക്ക് അറിഞ്ഞായിരുന്നു കാര്യം. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് മാരേജ് കഴിക്കാമെന്ന് മമ്മി ഡാഡി വേറെ ഇല്ല എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം ഹീറോ പറഞ്ഞുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുക. 7 പേർ വന്നിട്ട് റൂമിൽ പോയോ ഹീറോയിനെ. ശരി ഇക്കട്ടെ എന്താ അവരുടെ മാരേജ് കഴിക്കില്ല എന്ന് കൊണ്ടാതിരുന്നേട്ടെ. രാവിലെ അവൻ വാതിൽ മുട്ട തുടങ്ങിയായിരുന്നു. നോക്കും BTS മമ്മി ഡാഡി മമ്മിയായിരുന്നു.
നേരെ സംസാരിക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് അറിയില്ല, കണ്ണു തുറന്നൊക്കെ എന്ത് ഇത് മസിലായിരുന്നു, നല്ല ബോഡി മസിലാണല്ലോ, തങ്ങടി മുറിയില്ല, നോക്കുമ്പോൾ ഷുഗായിരുന്നു, ഷാക്കായിരുന്നു, എന്ന് വെച്ചുണ്ടാക്കിയായിരുന്നു. എല്ലാവരും വെച്ചാൽ എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു. വായിക്ക് വായി കൊടുക്കുന്നത് ജങ്കുക്ക് പറയായിരുന്നു, സുഖ പുറത്തായിരുന്നു. എല്ലാവരും ഹീറോയിൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഡ്രസ്സുണ്ടോ നോക്കാൻ, ഡ്രസ്സുണ്ട്. ഹീറോയ്ക്ക് അറിയായിരുന്നു. മമ്മി എന്ന് പറയുന്നത് ഹീറോയിൻ മമ്മി എങ്ങനെ പോവാ അകത്ത് എന്ന് പറയായിരുന്നു. ആരും വരില്ല എന്ന് ആറും പറയാറ്, എന്താ നിനക്കും എനിക്ക് മാരേജ് എന്ന് പറയായിരുന്നു ഹീറോയിൻ. എപ്പോൾ എന്ന് പറയുന്നത് മാരേജ് എന്ന് പറയാറ് അതായത് ഞങ്ങൾ ഇവിടെ നിൽക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഹീറോയ്ക്ക് അവർ റോഡ് സമയത്ത് മാരേജായി. പിന്നെ അവർ കൊറിയ സൈസ് മാരേജ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയുടെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിനായിട്ട് കുറച്ച് ഡേയ്സ് പോയിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. ഹീറോ 7 പേർ നോക്കി മുറിക്കാണ്, 7 ബോയ്സ് ബേബിയാണ്. അവർക്ക് കയ്യിൽ ഓർമ്മ ബേബി ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പ്രിയ കോൾ ചെയ്ത, ഹലോ പ്രിയ, എന്താടി മച്ചി എനിക്ക് മാരേജ് പറയായിരുന്നു. കൺഗ്രേസ് ആരെ കൂടെ പ്ലീസ് കൂടെ മാരേജ് എന്ന് പറയാം. മിയ പറയാൻ ചിരിക്കായിരുന്നു. പ്ലീസ് കൂടെ നമ്മുടെ പ്രിയക്ക് മാരേജ് നടക്കാൻ പോകുന്നതെന്ന് പറയായിരുന്നു. നീ വാടി എന്ന് പറയായിരുന്നു. ഇങ്ങനെയായിട്ട് ഹീറോ എല്ലാവരും ഇന്ത്യക്ക് വന്നായിരുന്നു. അവിടെ ഹീറോ ഇങ്ങനെ വെളിയിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴല്ല മാരേജ്, ഇപ്പോൾ ഫങ്ഷൻ, ഇത് മാരേജ് ഒക്കെ ഉണ്ട് എന്ന് പറയാം. ഇപ്പം ഒരിത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഇങ്ങനെയായിട്ട് അവിടെ നോക്കുമ്പോൾ അതെ ജൂലി ചേച്ചി ആൻറ്റീൻ്റെ മകൾ അവിടെ നിന്നിട്ട് ചപ്പിക്കോളാം ആ സിംഗിൾ മാരേജായി. അതായത് ഈ ചപ്പികൾക്ക് മാരേജ് ആയില്ല. അമ്മയുള്ള ഗേൾക്ക് ഒരു മാതിരി ഗേള് ഹീറോയിൻ്റെ ചേട്ടൻ്റെ വന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് ചെക്കൻ നോക്കാന്ന് പറഞ്ഞാൽ ആ ചപ്പികൾക്ക് ജങ്കുക്കിനെ കണ്ട ഇഷ്ടപ്പെട്ടായിരുന്നു. മമ്മി ആ ചെക്കൻ നല്ല ക്യൂട്ടായിട്ടുണ്ടോ, എനിക്ക് അവനെ ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾ ഹീറോയിൻ്റെ പറയായിരുന്നു, ആ ചെക്കൻ ആരാ, എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയായിരുന്നു. അപ്പോൾ ഇവൻ ആരാന്ന് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയുന്നു, ആ പെണ്ണ് ഹീറോയിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ഇതെൻ്റെ ഹസ്ബൻഡ്സല്ല, നിങ്ങൾ അവളെ നോക്കാൻ പാടില്ല, നിങ്ങളെ മകൾക്ക് നോക്കുക എന്ന് പറഞ്ഞ് ഹീറോയോട് നിന്ന് പോയിരുന്നു. ജങ്കുക്ക് തറന്ന് വലിച്ചോണ്ട് പോയിരുന്നു. ഹീറോയി മുറുക്കായിരുന്നു ജങ്കുക്ക്. അയ്യോ ഇവിടെ നിന്ന് ഓർക്കുന്നതന്നെ